നമസ്കാരം. ചിലരുടെ ജീവിതം കണ്ടിട്ടില്ലേ? 20കളിൽ അവർ ലോകം കീഴടക്കുന്നു. എന്നാൽ മറ്റു ചിലർ 40 വയസ്സുവരെ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു ഫലവും കാണുന്നില്ല. എന്റെ വിധി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ നിരാശരാകുന്നു. എന്നാൽ ജ്യോതിഷം പറയുന്നത് വിധി മാറ്റാൻ കഴിയില്ലെങ്കിലും വിധി തെളിയുന്ന ഒരു സമയമുണ്ട് എന്നാണ്. ആ സമയത്തെയാണ് നമ്മൾ ദശ എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ജന്മനക്ഷത്രമനുസരിച്ച് നിങ്ങളുടെ ആ സുവർണകാലം എപ്പോഴാണെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ്. ജീവിതത്തിൽ ഓരോ കാര്യത്തിനും ഒരു സമയമുണ്ടെന്ന് ജ്യോതിഷം നമ്മോട് പറയുന്നു. ആ സമയത്തെയാണ് നാം ദശ എന്ന് വിളിക്കുന്നത്. ഒരാൾക്ക് വിജയം ലഭിക്കുന്ന സമയം മറ്റൊരാൾക്ക് വൈകി വരാൻ കാരണം ഇതാണ്. പലരും രാശിഫലം മാത്രം നോക്കി ജീവിതം വിലയിരുത്തുന്നു. എന്നാൽ രാശി മാത്രം നോക്കിയാൽ പൂർണ്ണ സത്യവും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഒരേ രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഒരേ ജീവിതമല്ല. ഒരാൾ വേഗത്തിൽ ഉയരും, മറ്റൊരാൾ വൈകിയാണ് ഉയരുക. ഇതിന്റെ കാരണം ദശകളാണ്. ഓരോ വ്യക്തിയും ജനിക്കുന്ന സമയത്ത് ഒരു ഗ്രഹത്തിന്റെ ദശയിലാണ് ജനിക്കുന്നത്. ആ ഗ്രഹം അവരുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തെ സ്വാധീനിക്കുന്നു. പിന്നീട് ഓരോ ഗ്രഹവും തന്റെ സമയത്ത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. ഈ ദശകളുടെ ക്രമം മനസ്സിലാക്കിയാൽ ജീവിതത്തിലെ ഉയർച്ചകളും താഴ്വാരങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാം. 120 വർഷമാണ് ഈ ദശചക്രത്തിന്റെ മുഴുവൻ ദൈർഘ്യം. ഈ കാലയളവിൽ 9 ഗ്രഹങ്ങൾ ഓരോന്നായി അവരുടെ സ്വാധീനം ചെലുത്തുന്നു. കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ എന്നിങ്ങനെ ഗ്രഹങ്ങൾ മാറി മാറി ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ഓരോ ഗ്രഹത്തിനും ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി മാറുന്നത്. ഉദാഹരണത്തിന്, ശുക്രൻ വന്നാൽ ആഡംബരം, സ്നേഹം, സൗന്ദര്യം എന്നിവ വർദ്ധിക്കും. ശനി വന്നാൽ കഷ്ടപ്പാട്, വൈകിപ്പ്, ഉത്തരവാദിത്വം എന്നിവ വരും. എന്നാൽ ഒരു ഗ്രഹവും പൂർണ്ണമായും നല്ലതോ മോശമോ അല്ല. ഓരോ ഗ്രഹവും നമ്മെ ഒരു പാഠം പഠിപ്പിക്കാനാണ് വരുന്നത്. ഉദാഹരണത്തിന്, ഇടവം രാശിക്കാരുടെ അധിപൻ ശുക്രനാണ്. എന്നാൽ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ശുക്രദശ വരുന്നത് 80 വയസ്സിലാണെങ്കിൽ അവരുടെ 30കളിൽ എന്ത് സംഭവിക്കും? അവിടെയാണ് വിംശോദരി ദശ പ്രസക്തമാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എന്താണെന്നും അത് മാറുന്ന സമയം എന്നാണെന്നും ശാസ്ത്രീയമായി നമുക്ക് നോക്കാം. വിശദമായി സംസാരിക്കുന്നതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പൊതുവായ ജ്യോതിഷ കണക്കുകൂട്ടലാണ്. നിങ്ങളുടെ കൃത്യമായ ജനന സമയവും ജനന തീയതിയും ജനിച്ച സ്ഥലവും അനുസരിച്ച് ഈ ദശകൾ തുടങ്ങുന്ന പ്രായത്തിൽ വ്യത്യാസങ്ങൾ വരാം. ഉദാഹരണത്തിന്, ഒരേ നക്ഷത്രത്തിൽ ജനിച്ച 2 പേരിൽ ഒരാൾക്ക് ദശ തുടങ്ങുന്നത് 2-ാം വയസ്സിലാണെങ്കിൽ മറ്റൊരാൾക്ക് അത് 8-ാം വയസ്സിലായിരിക്കാം. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ നിങ്ങളുടെ സമയം എന്ന് തെളിയും എന്ന് തെറ്റാതെ പറയാൻ സാധിക്കൂ. അതുകൊണ്ട് ഇതൊരു വഴികാട്ടിയായി മാത്രം സ്വീകരിക്കുക. അശ്വതി, മകം, മൂലം നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ കേതുദശയിലാണ് ജനിക്കുന്നത്. ഇവരുടെ ബാല്യം ചിലപ്പോൾ ഒറ്റപ്പെട്ടതായിരിക്കും. സുഹൃത്തുക്കൾ കുറവായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ഉണ്ടായേക്കാം. എന്നാൽ ഈ പ്രയാസങ്ങൾ ഇവരെ ശക്തരാക്കുന്നു. ഇവരുടെ ജീവിതം മാറുന്നത് ശുക്രദശയിലാണ്. പഠനത്തിൽ മികവ്, വിദേശയാത്ര, ആദ്യ ജോലി എന്നിവ സാധാരണയായി ഈ സമയത്താണ് ലഭിക്കുന്നത്. എന്നാൽ പിന്നീട് വരുന്ന സൂര്യദശയിൽ ആത്മവിശ്വാസക്കുറവും ഭയവും അനുഭവപ്പെടാം. ഈ ഘട്ടത്തിൽ ആത്മവിശ്വാസം നിലനിർത്തുക അത്യാവശ്യമാണ്. പരിഹാരമായി ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക. ആദിത്യഹൃദയം ജപിക്കുക. ഭരണി, പൂരം, പൂരാടം നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ ശുക്രദശയിലാണ് ജനിക്കുന്നത്. ജനനം മുതൽ തന്നെ ഇവർക്കൊരു ഐശ്വര്യയോഗമുണ്ടാക്കും. വീട്ടിൽ സമൃദ്ധിയും സൗഖ്യവും വർദ്ധിക്കുന്നതായിരിക്കും പലപ്പോഴും കാണുന്നത്. സൗന്ദര്യബോധം, ആസ്വാദനശക്തി, സൗകര്യങ്ങൾ എന്നിവ ഇവരുടെ ജീവിതത്തിൽ സ്വാഭാവികമായി വരും. ഇവർ സാധാരണയായി ഭാഗ്യവാന്മാരായാണ് കണക്കാക്കപ്പെടുന്നത്. 25 വയസ്സിന് ശേഷം ആരംഭിക്കുന്ന ചന്ദ്രദശയും തുടർന്നു വരുന്ന ചൊവ്വാദശയും ഇവരുടെ ജീവിതത്തിലെ സുവർണകാലമായി മാറും. വിവാഹം, സ്വന്തമായി വീട്, കരിയറിലെ വലിയ ഉയർച്ചകൾ എന്നിവ
സാധാരണയായി 42 വയസ്സിനുള്ളിൽ ഇവർ നേടും. എന്നാൽ 45 വയസ്സിന് ശേഷം വരുന്ന രാഹുദശ ചില പരീക്ഷണങ്ങൾ കൊണ്ടുവരാം. ചതികളിലും തെറ്റായ ബന്ധങ്ങളിലും പെടാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ സമയത്ത് വളരെ ജാഗ്രത ആവശ്യമുണ്ട്. പരിഹാരമായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് പായസം നൈവേദ്യം നൽകുക. സർപ്പപ്രീതി നടത്തുക. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ സൂര്യദശയിലാണ് ജനിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഇവർക്ക് സ്വാഭാവികമായി അച്ചടക്കവും ഉത്തരവാദിത്വബോധവും നേതൃഗുണങ്ങളും കൂടുതലായിരിക്കും. ജീവിതത്തിൽ മുന്നിൽ നിന്ന് നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിവുണ്ടാകും. ഇവരുടെ ഉയർച്ചകൾ പ്രധാനമായും ചൊവ്വയും രാഹുവും ഭരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് പ്രകടമാകുന്നത്. പ്രത്യേകിച്ച് രാഹുദശ ഇവരുടെ സുവർണകാലമായി മാറും. അപ്രതീക്ഷിതമായ പദവികൾ, കരിയറിൽ വലിയ ചുവടുകൾ, വിദേശബന്ധങ്ങൾ എന്നിവ ഈ സമയത്ത് ലഭിക്കാം. ടെക്നോളജി, വിദേശ ബിസിനസ് മേഖലകളിൽ ഇവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കും. എന്നാൽ 40 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശയിൽ കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഈ സമയത്ത് സഹിഷ്ണുതയും മനസ്സിലാക്കലും ആവശ്യമാണ്. പരിഹാരമായി ദിവസവും സൂര്യനമസ്കാരം ചെയ്യുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ ചന്ദ്രദശയിലാണ് ജനിക്കുന്നത്. അതിനാൽ ഇവർ സാധാരണയായി ശാന്ത സ്വഭാവക്കാരും സ്നേഹപൂർവവുമായ മനസ്സുള്ളവരുമായിരിക്കും. കുടുംബബന്ധങ്ങൾ ഇവർക്ക് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് അമ്മയുമായി വളരെ അടുപ്പവും ആത്മബന്ധവും ഉണ്ടാകും. ചിന്താഗതിയിൽ സൗമ്യതയും കരുണയും ഇവരുടെ ശക്തിയാണ്. 25 വയസ്സിന് ശേഷം ആരംഭിക്കുന്ന രാഹുദശയും തുടർന്ന് 40കളിൽ വരുന്ന വ്യാഴദശയും ഇവരുടെ ജീവിതത്തിലെ സുവർണകാലമായി മാറും. വലിയ നേട്ടങ്ങൾ, സ്ഥിരത, സാമ്പത്തിക ഉയർച്ച, മാന്യമായ സ്ഥാനം എന്നിവ ഈ സമയത്ത് ലഭിക്കാം. എന്നാൽ യൗവനത്തിൽ വരുന്ന ചൊവ്വാദശ ഇവർക്ക് ചെറിയ പരീക്ഷണങ്ങൾ നൽകാം. പ്രത്യേകിച്ച് ദേഷ്യം, ആവേശം എന്നിവ നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ടാകും. ഈ ഘട്ടത്തിൽ സഹിഷ്ണുത പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. പരിഹാരമായി തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുക. മകയിരം, ചിത്തിര, അവിട്ടം നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ ചൊവ്വാദശയിലാണ് ജനിക്കുന്നത്. അതിനാൽ ഇവർ വളരെ ഊർജ്ജസ്വലരും ധൈര്യശാലികളുമായിരിക്കും. മുന്നേറ്റം നേടാൻ ശക്തമായ ആഗ്രഹവും പ്രവർത്തനക്ഷമതയും ഇവർക്കുണ്ട്. പക്ഷേ ചെറുപ്പകാലത്ത് ചെറിയ പരിക്കുകളും അപകടങ്ങളും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ ജാഗ്രത ആവശ്യമാണ്. 35 വയസ്സിന് ശേഷം ആരംഭിക്കുന്ന വ്യാഴദശ ഇവരുടെ ജീവിതത്തിലെ സുവർണകാലമായി മാറും. ഈ സമയത്ത് വിദേശവാസം, വലിയ പദവികൾ, സാമൂഹികമായ പ്രശസ്തി എന്നിവ കൈവരിക്കാൻ സാധിക്കും. എന്നാൽ 50കളിൽ വരുന്ന ശനിദശ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ഘട്ടത്തിൽ ശരീരസംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. പരിഹാരമായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക. ശനിയാഴ്ചകളിൽ എള്ളുവിളക്ക് തെളിയിക്കുക. തിരുവാതിര, ചോതി, ചതയം നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ രാഹുദശയിലാണ് ജനിക്കുന്നത്. അതിനാൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ചില എല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും നേരിടേണ്ടിവരും. പല കാര്യങ്ങളും കഠിനമായ പരിശ്രമത്തിലൂടെയും പോരാട്ടത്തിലൂടെയും നേടേണ്ട സാഹചര്യം ഇവർക്കുണ്ടാകും. എന്നാൽ ഈ അനുഭവങ്ങൾ തന്നെ ഇവരെ ശക്തരാക്കി മാറ്റുന്നു. 18 മുതൽ 34 വയസ്സുവരെയുള്ള വ്യാഴദശ ഇവരുടെ സുവർണകാലമായി മാറും. ഈ സമയത്ത് ഉന്നത പഠനം, ഭാഗ്യം, നല്ല അവസരങ്ങൾ എന്നിവ സ്വാഭാവികമായി ഇവരെ തേടിയെത്തും. എന്നാൽ 35 വയസ്സിന് ശേഷം വരുന്ന ശനിദശയിൽ ജോലിയുമായി ബന്ധപ്പെട്ട അപ്രതീക്ഷിത തിരിച്ചടികൾക്കും വൈകിപ്പോകലുകൾക്കും സാധ്യതയുണ്ട്. അതിനാൽ ഈ ഘട്ടത്തിൽ ക്ഷമയും സ്ഥിരതയും പുലർത്തണം. പരിഹാരമായി രാഹുവിന് മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തുക. ഹനുമാൻ ചാലിസ ജപിക്കുക. പുനർത്തം, വിശാഖം, പൂരുരുട്ടാദി നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ വ്യാഴദശയിലാണ് ജനിക്കുന്നത്. അതിനാൽ ഇവർ സത്യസന്ധരുമായും ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കുന്നവരുമായിരിക്കും. ജീവിതത്തിൽ ശരിയായ വഴിയിൽ മുന്നോട്ടു പോകാനുള്ള മനോഭാവം ഇവർക്കുണ്ട്. ഇവരുടെ ഉയർച്ചകൾ പ്രധാനമായും ബുധദശയിലാണ് പ്രകടമാക്കുന്നത്. പ്രത്യേകിച്ച് 35 മുതൽ 52 വയസ്സുവരെയുള്ള ബുധദശ
ഇവരുടെ സുവർണകാലമായി മാറും. ബിസിനസ്, സാങ്കേതിക മേഖലകൾ, ആശയവിനിമയം ആവശ്യമായ ജോലികൾ എന്നിവയിൽ വലിയ വിജയം നേടാൻ ഈ സമയം സഹായിക്കും. എന്നാൽ 50കളിൽ വരുന്ന കേതുദശ ചില മാനസിക സംഘർഷങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ ഘട്ടത്തിൽ ആത്മസംയമനവും ആത്മവിശ്വാസവും നിലനിർത്തണം. പരിഹാരമായി വിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുക. ഗണപതിക്ക് കറുകഹോമം നടത്തുക. പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ ശനിദശയിലാണ് ജനിക്കുന്നത്. അതിനാൽ ചെറുപ്പത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഇവർക്കുണ്ടാകും. ബാല്യകാലം ചിലപ്പോൾ പ്രയാസങ്ങളാലും കഷ്ടപ്പാടുകളാലും നിറഞ്ഞതായിരിക്കും. എന്നാൽ ഈ അനുഭവങ്ങൾ ഇവരെ ശക്തരാക്കി ജീവിതത്തിൽ സ്ഥിരതയും സഹനശക്തിയും നൽകും. തുടർന്ന് വരുന്ന ബുധനും ശുക്രനും ദശകൾ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സാമ്പത്തിക ഉയർച്ച, സൗകര്യങ്ങൾ, ഐശ്വര്യം എന്നിവ ഈ സമയത്ത് ലഭിക്കും. സാധാരണയായി ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ഇവർക്ക് ആഡംബരവും സ്ഥിരതയും നിറഞ്ഞ ഒരു ജീവിതം നേടാൻ കഴിയും. ബാല്യത്തിലെ ശനിദശ കഷ്ടപ്പാടുകൾ നൽകാം. പരിഹാരമായി ശാസ്താവിന് നീരാജനം നടത്തുക. വെള്ളിയാഴ്ചകളിൽ അന്നദാനം നൽകും. ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവർ ബുധദശയിലാണ് ജനിക്കുന്നത്. അതിനാൽ ഇവർ ബുദ്ധിശാലികളും സംസാര പ്രാവീണ്യമുള്ളവരുമാണ്. ആശയവിനിമയ കഴിവ്, പഠനശേഷി, വിവേകം എന്നിവ ഇവരുടെ ശക്തികളാണ്. ജീവിതത്തിൽ ചിന്തിച്ചും കൃത്യമായി തീരുമാനിച്ചും മുന്നോട്ടു പോകുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. 27 മുതൽ 38 വയസ്സുവരെയുള്ള ശുക്രദശ ഇവരുടെ സുവർണകാലമായി മാറും. ഈ സമയത്ത് ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾ, സാമ്പത്തിക സ്ഥിരത, സന്തോഷകരമായ അനുഭവങ്ങൾ എന്നിവ സമൃദ്ധമായി ലഭിക്കും. എന്നാൽ മധ്യപ്രായത്തിൽ വരുന്ന സൂര്യദശയും ചന്ദ്രദശയും ചില വെല്ലുവിളികൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പരിഹാരമായി ബുധനാഴ്ചകളിൽ പച്ചക്കറികൾ ദാനം ചെയ്യുക. ലളിതാ സഹസ്രനാമം ജപിക്കുക. ഇപ്പോൾ നമുക്ക് ദശ മാറുന്ന സമയത്തെക്കുറിച്ച് നോക്കാം. ഒരു ദശ അവസാനിച്ച് മറ്റൊന്ന് തുടങ്ങുന്ന സമയം വളരെ പ്രധാനമാണ്. ഈ സമയത്ത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകാം. ജോലി നഷ്ടപ്പെടാം, ബന്ധങ്ങൾ മാറാം, പുതിയ അവസരങ്ങൾ വരാം. പലർക്കും ഈ സമയം ഭയപ്പെടുത്തുന്നതായിരിക്കും. എന്നാൽ ഇതൊരു മാറ്റത്തിന്റെ ഘട്ടമാണ്. ഈ ഘട്ടം മനസ്സിലാക്കി മുന്നോട്ടു പോകുമ്പോൾ ജീവിതം കൂടുതൽ നല്ലതാകുന്നു. വിധിയിൽ വിശ്വാസമുണ്ടാകുക, എന്നാൽ വിധിക്ക് നിങ്ങളെ തളർത്താൻ വിട്ടുകൊടുക്കരുത്. ശരിയായ സമയത്ത് ശരിയായ വഴിപാടുകൾ ചെയ്യുന്നത് നെഗറ്റീവ് എനർജി കുറയ്ക്കും. പരിഹാരങ്ങൾ എന്നത് വെറും അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെ ശക്തമാക്കുന്ന വഴിയാണ്. ദൈവവിശ്വാസം, ദാനം, പ്രാർത്ഥന എന്നിവ നമ്മെ പോസിറ്റീവ് ചിന്തയിലേക്ക് നയിക്കുന്നു. ഓരോ ദിവസവും ചെറിയ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതുപോലും നമ്മുടെ ഭാവിയെ മാറ്റാൻ സഹായിക്കും. ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കണം: സമയം എല്ലാറ്റിനും മുകളിലാണ്. നിങ്ങളുടെ സമയമെത്തിയാൽ നിങ്ങളെ ആർക്കും തടയാൻ കഴിയില്ല. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. പരിശ്രമം തുടരണം. വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. സമയം കനിയുമ്പോൾ എല്ലാം നിങ്ങളെ തേടിയെത്തും. അതുവരെ ക്ഷമയോടെ, വിവേകത്തോടെ പ്രവർത്തിക്കുക. നിങ്ങളുടെ നക്ഷത്രം ഏതാണെന്നോ കമന്റിൽ എഴുതൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കൂ. നന്ദി.